മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവില് ഇപ്പോൾ ആദില, നൂറ, ജിസേൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഷാനവാസിനെ കുറിച്ചും ഇന്നലത്തെ കാര്യത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഫാമിലി വന്നു പോയതിൽ പിന്നെ ഷാനവാസിന്റെ ഗെയിം മാറ്റിയെന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം നോമിനേഷന്റെ സമയത്ത് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു, അനുമോളുടെ കുറ്റങ്ങൾ പറയുന്നു. ഇപ്പോൾ ആദില നൂറയോട് ഒരു അകലം പാലിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആദില ജിസേലിനോട് പറയുന്നു, ഷാനവാസിക്ക മുഖം കയറ്റിയിരിക്കുക. എത്ര തവണ കൺവിൻസ് ചെയ്തെന്നോ? ചെറിയ റീസൺ മതി, സില്ലി റീസൺ. ചിലപ്പോൾ അങ്ങനത്തെ ഒരു റീസണേ ഉണ്ടാവില്ല, പുള്ളി അങ്ങ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് മുഖം കയറ്റി നടക്കും. ഇന്നലെ എന്നിട്ട് എന്നോട് വന്ന് പറയുക മട്ടൻ വീട്ടിലെത്തിക്കാമെന്ന്. നമ്മുടെ ഇമോഷൻ അല്ലേടാ അത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് അങ്ങനെ പറഞ്ഞത് ഇന്നലെ രാത്രി മട്ടൻ കറിയുടെ പേരിലായിരുന്നല്ലോ ഒരു ഫൈറ്റ് നടന്നത്. അത് ആദില നൂറയുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ കൊണ്ടുവന്ന മട്ടൻ കറിയായിരുന്നു. അതാണ് ഷാനവാസും ആര്യനും കൂടി കട്ടെടുത്ത് കഴിച്ചത്. താൻ കഴിച്ച മട്ടൻ വീട്ടിലെത്തിക്കാമെന്നാണ് ഷാനവാസ് ആദിലയോട് പറഞ്ഞത്. അത് ആദിലയുടെ ഇമോഷനാണ്, അത് മനസ്സിലാവുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. ജിസേൽ അപ്പോൾ പറയുന്നത് പുള്ളി നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, 2 മണിക്കൂറായി ഓടുന്നു, നല്ല സൗണ്ട് കേൾക്കാം, നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ പുള്ളിക്ക് ഒരു കാര്യവുമില്ലെങ്കിലും ദേഷ്യപ്പെടും. ഇന്നലെ വെറുതെ ബിന്നിയോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, വെറുതെ എന്നൊക്കെ ജിസേൽ പറയുന്നു. ഇവരിത് സംസാരിക്കുന്നത് ബെഡ്റൂമിലിരുന്നാണ്. ആ സമയത്ത് ഷാനവാസ് ലോബിയിലൂടെ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദില പറയുന്നത് നമ്മൾ നോക്കണ്ട, നോക്കിയാൽ അയാൾ പറയും കുറ്റം പറയുവാന്ന്. പിന്നെ തലയിൽ വേറെ സ്റ്റോറി മെനയും. അത് ആദില പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഷാനവാസിനെ നോക്കി ആരെങ്കിലും സംസാരിച്ചാൽ ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കുമായിരിക്കും, വെറുതെ ഷാനവാസിനെ നോക്കുന്നതായിരിക്കും. അപ്പോഴും ഷാനവാസ് പറയും എന്നെക്കുറിച്ചാണ് സംസാരിച്ചത്, എൻ്റെ കുറ്റമാണ് പറഞ്ഞത്, അതാണ് ഇതാണെന്നൊക്കെ. എന്തായാലും ഇന്നലത്തെ മട്ടൻ കറിയുടെ പേരിൽ ഷാനവാസ് ആദിലയും നൂറയുമായി ഒരു അകലം പാലിച്ചിരിക്കുകയാണ്. പക്ഷെ ആദില പറയുന്നത് ഇത് കാരണമുണ്ടാക്കി, സില്ലി റീസൺ ഉണ്ടാക്കി മിണ്ടാതിരിക്കുക, മുഖം കയറ്റി നടക്കുക എന്നാണ്. ചിലപ്പോൾ ഭാര്യ വന്ന് എന്തെങ്കിലും ഹിന്റ് കൊടുത്തിട്ടുണ്ടാവും, അതനുസരിച്ച് മാറിയതാവും. ഭാര്യ നേരത്തെ പോയി കിടന്നുറങ്ങണമെന്നൊക്കെ ഷാനവാസിനോട് പറഞ്ഞിരുന്നു. ഇനി ഭാര്യ ഗ്രൂപ്പ് കളിക്കണ്ട, പെങ്ങളൂട്ടിക്കാർഡ് കളിക്കണ്ട എന്നെന്തെങ്കിലും പറഞ്ഞോ എന്നറിയില്ല. കാരണം അനുമോളെ അകറ്റുന്നു. ഇപ്പോൾ ഒരു കാരണം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ കാരണം ഉണ്ടാക്കി ആദിലെ നൂറെ അകറ്റുന്നു. എന്താണ് ഷാനവാസിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ എന്താണ് ഷാനവാസിൻ്റെ പുതിയ ഗെയിം എന്ന് നമുക്കറിയില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.